നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വർഷങ്ങളായി അഴുക്കുചാലുകളിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തന്നെ കോരിമാറ്റാൻ രംഗത്തിറങ്ങി. തൃത്താലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വേറിട്ട തുടക്കം. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുന്നേയൊരുങ്ങാം മുൻപൈയിറങ്ങാം ആരോഗ്യ തരംഗം ക്യാമ്പയിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലുടനീളം ഊർജിതമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. യാതൊരു മടിയും കൂടാതെ ഓടകളിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേരിട്ട് കൈക്കോട്ടുമായി ഇറങ്ങി കോരിമാറ്റിയത് തൃത്താലയ്ക്ക് വേറിട്ടൊരു മാതൃകയായി. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. പരിപാടിയുടെ ആദ്യഘട്ടമായി തൃത്താല സെന്ററിലെ അഴുക്കുചാലുകൾ പൂർണ്ണമായും ശുചീകരിച്ച് ജലമൊഴുക്ക് സുഗമമാക്കി. മഴക്കാലത്ത് മാലിന്യങ്ങളും മലിനജലവും കെട്ടിക്കിടന്ന് പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്നത് തടയുകയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കും ശുചീകരണ പ്രവർത്തനങ്ങൾ വിപുലമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. മഴക്കാലപൂർവ്വ ശുചിത്വ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുജാത അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ മോളി സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു.ടി. താഹിർ, പത്തിൽ അലി, പി.വി. മുഹമ്മദ് അലി, ഉമ, കെ.വി. ഹിലർ, ജെ.എച്ച്.ഐ. പ്രശാന്ത് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ഇത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വൃത്തിയാക്കാത്ത ഒരു കാനയാണ് PWDയുടെ ഉടമസ്ഥയിലുള്ള കാനയാണ് വൃത്തിയാക്കുന്നത്. അവരുടെ ഒരു കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി തുടങ്ങി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ ഓട്ടോ ടാക്സി എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഇത് മുഴുവനായി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മോണിറ്ററിംഗ് നടത്തി നിരന്തരം തൃത്താലയിൽ ഒരു ശുചിത്വ ഗ്രാമമായിട്ട് അല്ലെങ്കിൽ സെൻ്ററായിട്ട് ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങൾ അറിയിക്കുകയാണ്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇത് മഴക്കാലത്തോടനുബന്ധിച്ച് വരുന്ന ശുചീകരണ പ്രവർത്തനം മാത്രമായല്ല, ഞങ്ങൾ ഇന്ന് ഒരു തുടർ പ്രവർത്തനമായി തൃത്താല പഞ്ചായത്തിൻ്റെ ചുറ്റുഭാഗങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഏറ്റവും ശുചിത്വമുള്ള പഞ്ചായത്ത് ഏത് രീതിയിലാവും എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഭരണസമിതിയുടെ തീരുമാനം. പഞ്ചായത്ത് അംഗങ്ങൾ, യൂത്ത് ലീഗ്, വൈറ്റ് ഗാർഡ് അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ആദ്യ ദിനത്തിലെ ശുചീകരണ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ നിന്നും വീണ്ടും വിജയം കരസ്ഥമാക്കിയ മുഹമ്മദ് മുഹസിൻ വോട്ടർമാർക്ക് നന്ദി പറയാനായി വല്ലപ്പുഴ പഞ്ചായത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ മുഹമ്മദ് മുഹസിന് സ്വീകരണവും നൽകി. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുഹസിൻ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള പര്യടനം മണ്ഡലത്തിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച വല്ലപ്പുഴ, കുൽക്കല്ലൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം നടത്തിയത്. രാവിലെ ചൂരക്കോട് നിന്നുമായിരുന്നു മുഹമ്മദ് മുഹസിന്റെ പര്യടനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ മുഹമ്മദ് മുഹസിന് ആവേശോജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഹമ്മദ് മുഹസിന്റെ പര്യടനം ആരംഭിച്ചത്. LDF നേതാക്കളും മുഹമ്മദ് മുഹസിനൊപ്പം ഉണ്ടായിരുന്നു. പരമാവധി നിങ്ങൾ ഓരോരുത്തരെയും പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാൻ നേരത്തെ എത്തിയിരുന്നുവെങ്കിലും ഇടയ്ക്ക് പനി വന്നതുകൊണ്ട് കുറച്ചു ദിവസം വരാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും പരമാവധി നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഒരു വലിയ കൊടുങ്കാറ്റായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയതെങ്കിൽ ആ കൊടുങ്കാറ്റിലും തടുത്തു നിർത്തി സംരക്ഷിച്ചുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും വിജയിപ്പിച്ചത്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നാടിന്റെ വികസനത്തിനും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിയമസഭയിൽ സാധാരണക്കാരന്റെ ശബ്ദമായി
സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അഹോരാത്രം ഈ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിക്ക് നാഗലശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂറ്റനാട് സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ നിർവഹിച്ചു. മോഹനൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ ഹസീന, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഇനി കാൽപന്ത് കളിയുടെ ആവേശക്കാലം. പെരുമണ്ണൂർ യുവധാര അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. നാളെ മുതൽ ഒരാഴ്ചക്കാലം പെരുമണ്ണൂർ ഗ്രാമത്തെ ഫുട്ബോൾ ലഹരിയിലാഴ്ത്തുന്ന കായിക മാമാങ്കത്തിനാണ് തുടക്കമാകുന്നത്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 8 പ്രമുഖ ടീമുകളാണ് ഇത്തവണ കിരീടത്തിനായി പെരുമണ്ണൂരിൽ മാറ്റുരയ്ക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 5:30-ക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ മൈതാനത്തെ കരുത്തരായ ORPC കേച്ചേരിയും പ്രണവും പെരുമണ്ണൂരും തമ്മിൽ നേർക്കുനേർ പോരാടും. ടൂർണമെന്റിലെ ജേതാക്കളെ കാത്തിരിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ്. പ്രൈസ് മണിക്ക് പുറമെ പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയാണ് ചാമ്പ്യന്മാർക്ക് ലഭിക്കുക. റണ്ണേഴ്സ് അപ്പാകുന്നവർക്ക് പ്രൈസ് മണിക്ക് പുറമെ ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും സമ്മാനിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കൊപ്പം പഞ്ചായത്തിൽ ശുചീകരണ ഹർത്താലോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. രാവിലെ ശുചിത്വ ഹർത്താൽ ആചരിച്ചുകൊണ്ടായിരുന്നു ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും മറ്റും രാവിലെ 8 മണി മുതൽ 9 മണി വരെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ടായിരുന്നു പ്രവർത്തികൾ ആരംഭിച്ചത്. കൊപ്പം ടൗണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പലതരത്തിലുള്ള ഹർത്താലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ശുചിത്വ ഹർത്താൽ ഇങ്ങനൊരു പരിപാടി തുടക്കം കുറിക്കുകയാണ്. കാരണം നമ്മൾ ശുചിത്വം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മുൻ കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം മുമ്പൊക്കെ നമ്മൾ ഈ ടൗണിൽ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആയാലും മറ്റു മാലിന്യങ്ങളായാലും കണ്ടമാനം കടന്നിരുന്നു. നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൊണ്ട് നമുക്കത് കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഹരിതകർമ്മസേനക്കാരും നമ്മുടെ ഒപ്പമുണ്ട്. പലരും കൂടിയ പഞ്ഞി നൂല് എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ പരിസരം വൃത്തിയാക്കി. ഇന്ന് നമ്മൾ ടൗണ് വൃത്തിയാക്കുന്നു. നാളെ മുതൽ നമ്മുടെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായാലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാവില്ല അധികം. അഥവാ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, മറ്റു സ്ഥിരസമിതി അധ്യക്ഷന്മാർ, മറ്റു സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് ജനകീയമായുള്ള ശുചീകരണ പ്രവൃത്തികളും ആരംഭിച്ചു. വാർഡുകൾ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണം ഞായറാഴ്ച നടക്കും. രാവിലെ 11-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം നാളെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 മണിക്കാണ് ചടങ്ങ്. മുഹമ്മദ് മോസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിക്കും. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് VP ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒളിമ്പ്യൻ ഡിജോ ഡേവിഡ് തോട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 10 മുതൽ 25 വരെ 3 ഘട്ടങ്ങളിലായാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ റീജിയണൽ സെന്ററിലുള്ള ട്രോഫി പട്ടാമ്പി പ്രാദേശിക കേന്ദ്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി ജേതാക്കളായ സെന്ററുകൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ സമ്മാനിക്കുമെന്നും ഇവർ അറിയിച്ചു. കേരളത്തിലെ ഏകദേശം 45ഓളം ലേണിംഗ് സപ്പോർട്ട് സെന്ററുകളുണ്ട് 14 ജില്ലകളിലായി. അതിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ലേണിംഗ് സെന്റർ ആയിട്ട് വന്നിരിക്കുന്നത് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃതി കോളേജിലെ ലേണിംഗ് സെന്ററാണ്. അതിന്റെ കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് ആണ്. അതിന്റെ അംഗീകാരം പട്ടാമ്പിക്ക് നടത്തിയത്. ഒരേ സമയം
ഒരു യൂണിവേഴ്സിറ്റിയിൽ 2 പ്രമുഖമായ അവാർഡുകൾ പട്ടാമ്പിക്ക് വന്നിട്ടുണ്ട്. മികച്ച റീജിയണൽ സെന്ററും മികച്ച ലേണിംഗ് സെന്ററും പട്ടാമ്പി. അതുപോലെ തന്നെ അക്വാട്ടിക്സിലും വോളിബോളിലും ഫുട്ബോളിലും അത്ലറ്റിക്സിലും വളരെ മികച്ച പ്രകടനം നമ്മുടെ പട്ടാമ്പി റീജിയനിൽ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. ആകെ നമുക്ക് കൈമോശം വന്നത് അത്ലറ്റിക്സിലാണ്. 1ാം സ്ഥാനത്ത് മഹാരാജ് വന്ന് ഇവിടെ 2 പോയിന്റ് വ്യത്യാസത്തിനാണ് പട്ടാമ്പിക്ക് അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ് പോകുന്നത്. മികച്ച പ്രകടനം കാഴ്ച പട്ടാമ്പിലെ എല്ലാവരും നമ്മൾ ആത്മാർത്ഥത അഭിനന്ദിക്കാനും വലിയ ജനപിന്തുണ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാത്തിലും മത്സരിക്കാൻ കുട്ടികൾ ഉണ്ടാവുകയും കൃത്യമായിട്ട് വന്ന് മത്സരിക്കുകയും സമ്മാനം നേടുകയും ചെയ്യും. ഇതൊക്കെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ ഈ അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരും. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ കായിക മേഖലയിലെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്പോർട്സ് മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കോളർഷിപ്പ് അനുവദിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കോളർഷിപ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വഴി നൽകിയിരുന്നു. സ്പോർട്സ് സ്കോളർഷിപ്പ് നിർത്തിവെച്ചതിന് യാതൊരുവിധ ന്യായീകരണവുമില്ല. അടിയന്തരമായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ സ്പോർട്സ് സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പോർട്സ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജി സുഗുണൻ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ NA ജോമോൻ, പട്ടാമ്പി പഠനകേന്ദ്രം കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഏറ്റവും നല്ല റീജിയണൽ സെന്റർ യൂണിവേഴ്സിറ്റി 5 മേഖലയായിട്ടാണ് യൂണിവേഴ്സിറ്റിയെ വിഭജിച്ചിരിക്കുന്നത്. ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 5 അതിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് പുലർത്തി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് പട്ടാമ്പി റീജിയണൽ സെന്ററാണ്. അതിന് എവർ റോളിംഗ് ട്രോഫി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് മൊഹിസീനാണ് കൊടുക്കുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കും. അതേപോലെ ഇതിൽ പങ്കെടുക്കുന്ന ഒളിമ്പ്യൻ ശ്രീ ലിജോ ഡേവിഡ് കോട്ടൻ പങ്കെടുക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജി സൂണൻ, VP പ്രശാന്ത്, റെനി സെബാസ്റ്റ്യൻ, രജിസ്ട്രാർ ഡോക്ടർ അഭിലാഷ് ബാബു, പട്ടാമ്പി SNGS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി AR, നമ്മുടെ റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോമോൻ NA തുടങ്ങിയവർ ഈ ചടങ്ങിൽ സംസാരിക്കും. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.